മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കിഫ്ബി കേസിൽ ഇഡിക്ക് തിരിച്ചടി. മുഖ്യമന്ത്രിക്കെതിരായ ഇഡി നോട്ടീസിന് സ്റ്റേ എന്ന വിവരമാണ് പുറത്തുവരുന്നത്. അതുപോലെ തന്നെ തോമസ് ഐസക്കിനെതിരായ നോട്ടീസിനും സ്റ്റേ നൽകിയിരിക്കുകയാണ്. വിവരങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണികൃഷ്ണൻ, ഇപ്പോൾ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ മുൻ ധനകാര്യ മന്ത്രിക്കും ആശ്വാസകരമായ ഒരു വിധിയാണ് വന്നിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും മസാല ബോണ്ടിലെ ഇഡി നോട്ടീസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ മുഖ്യമന്ത്രി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് മുഖ്യമന്ത്രി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. ആ ഹർജിയിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇഡിയുടെ ഹർജി ഇപ്പോൾ ഇഡിയുടെ നോട്ടീസ് ഇപ്പോൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയുടെ തുടർ നടപടികളാണ് കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രിക്കെതിരായ ഇഡി നോട്ടീസ് സ്റ്റേ ചെയ്തപ്പോൾ മുൻ ധനമന്ത്രി തോമസ് ഐസക്കിനെതിരായ നോട്ടീസിനും സ്റ്റേ അനുവദിച്ചിരിക്കുകയാണ്. ഫെമ ലംഘനത്തിനെതിരായ നടപടികൾ കോടതി സ്റ്റേ ചെയ്തു. ഇഡി സ്റ്റേ നൽകരുതെന്ന ഒരു വാദം മുന്നോട്ട് വെച്ചെങ്കിലും അത് തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതി സ്റ്റേ അനുവദിച്ചിരിക്കുന്നത്. എന്തായാലും കിഫ്ബി മസാല ബോണ്ടിലൂടെ സമാഹരിച്ച പണം ഉപയോഗിച്ച് ഭൂമി ഏറ്റെടുത്തത് ഒരു ചട്ടവിരുദ്ധമാണ് എന്നായിരുന്നു ഇഡിയുടെ ആരോപണം. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇഡി നോട്ടീസ് നൽകിയിരുന്നത്. മുൻ ധനമന്ത്രി തോമസ് ഐസക്, അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി, കിഫ്ബി CEO എന്നിവർക്ക് എതിരെയാണ് നോട്ടീസ് അയച്ചിരുന്നത്. ഇതിനെതിരെ നേരത്തെ കിഫ്ബി ഹൈക്കോടതിയെ സമീപിക്കുകയുണ്ടായത്. ഈ നടപടി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് കിഫ്ബി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. അതിൽ 3 മാസത്തേക്ക് ഹൈക്കോടതി സ്റ്റേ അനുവദിച്ചു. പിന്നാലെയാണ് മുഖ്യമന്ത്രിയും ഈ തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുന്നത്. അതിലാണ് ഇപ്പോൾ ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു ഉത്തരവുണ്ടായിരിക്കുന്നത്. എന്തായാലും 3 മാസത്തേക്ക് ഈ നോട്ടീസ് സ്റ്റേ ചെയ്തിരിക്കുന്നതാണ് പ്രധാനമായും പറയേണ്ടത്. മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് അതോടൊപ്പം തന്നെ ധനമന്ത്രിയെ സംബന്ധിച്ച് ഏറ്റവും ആശ്വാസകരമായ ഒരു നടപടി തന്നെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതോടൊപ്പം തന്നെ വലിയ ഒരു തിരിച്ചടി ഇഡിക്കുണ്ടായി എന്ന് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ പറയേണ്ടത്. എന്തായാലും നേരത്തെ തന്നെ ഈ മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട കിഫ്ബി പറഞ്ഞിരിക്കുന്ന കാര്യം, ഈ മസാല ബോണ്ടിലൂടെ സമാഹരിച്ച പണം വികസന പ്രവർത്തനങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ. അതായത് മസാല ബോണ്ടിലൂടെ സമാഹരിച്ച പണം ഉപയോഗിച്ച് സ്ഥലങ്ങൾ വാങ്ങിയിട്ടില്ല, ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അത് വികസന പ്രവർത്തനങ്ങൾക്കായി സ്ഥലങ്ങൾ ഏറ്റെടുക്കുകയാണ് ചെയ്ത് എന്നായിരുന്നു കിഫ്ബിയും അതോടൊപ്പം തന്നെ സർക്കാരും നേരത്തെ വ്യക്തമാക്കിയിരുന്ന ഒരു കാര്യം. ആ വാദം തന്നെയാണ് ഇവിടെയും പ്രധാനമായും ഉന്നയിച്ചൊരു കാര്യം. എന്തായാലും ആ രീതിയിൽ ഇപ്പോൾ ഇഡിയെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി ഉണ്ടായെന്ന് തന്നെയാണ് പറയേണ്ടത്. ഫെമ ലംഘനത്തിനെതിരായ നടപടികൾ സ്റ്റേ ചെയ്തിരിക്കുന്നതാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് വരുന്ന ഏറ്റവും പ്രധാനമായും പറയേണ്ട ഒരു വാദം. മുൻ ധനമന്ത്രി തോമസ് ഐസക് അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നിവരെ സംബന്ധിച്ച് വലിയ ആശ്വാസകരമാണ് ഈ നടപടി എന്ന് പറയുന്നത്. കൂടാതെ ഇഡിയെ സംബന്ധിച്ച് വലിയ തിരിച്ചടി എന്നും പറയേണ്ടിയിരിക്കുന്നു. അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയുടെ തുടർ നടപടികളാണ് ഇപ്പോൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് സ്റ്റേ ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ മസാല ബോണ്ട് കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ നോട്ടീസ് നൽകുന്നൊരു സാഹചര്യം, ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നടപടിയാണെന്ന ആക്ഷേപമെല്ലാം തന്നെ വലിയ രീതിയിൽ ഉന്നയിക്കപ്പെടുന്ന ഒരു സാഹചര്യം എല്ലാം തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും ആദ്യം കിഫ്ബിയാണ് ഈ നടപടികൾ സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. അത് തുടർന്ന് ഹൈക്കോടതി 3 മാസത്തെ സ്റ്റേ അനുവദിക്കുകയായിരുന്നു. അതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി ഈ നോട്ടീസ് സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. എന്തായാലും ഇതിൽ ഒരു ചട്ടലംഘനം നടന്നിട്ടില്ല എന്ന കാര്യം തന്നെയാണ് ഇവിടെയും വാദിച്ചതെന്നാണ് എടുത്തു പറയുന്നത് കാര്യം. ഈ കിഫ്ബി നൽകിയ ഹർജിയിൽ ആ നടപടി എന്താണ്, അത് തന്നെ ഇവിടെ വന്നിരിക്കുന്നു എന്നാണ് പറയേണ്ടത്. എന്തായാലും ആ കിഫ്ബി നൽകിയ അപേക്ഷ പരിഗണിച്ച് ഇഡിയുടെ നോട്ടീസ് 3 മാസത്തേക്ക് സ്റ്റേ ചെയ്തിരിക്കുന്നു. അത് തന്നെ മുഖ്യമന്ത്രി നൽകിയ അപേക്ഷയിലും അല്ലെങ്കിൽ ഹർജി പരിഗണിച്ച് ഇഡി നോട്ടീസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയ ഹർജി പരിഗണിച്ചുകൊണ്ട് ഇപ്പോൾ ഉത്തരവായിരിക്കും. എന്തായാലും ഇഡിയുടെ നടപടികൾ ഈ സ്റ്റേ ചെയ്തിരിക്കുന്നത് തന്നെയാണ് പറയേണ്ട ഒരു കാര്യം. എന്തായാലും ഇഡിയെ സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെയാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് പറയുന്ന കാര്യം. ഇത് സ്റ്റേ നൽകരുത് എന്നാണ് ഇഡി പ്രധാനമായും കോടതിയിൽ വാദിച്ച ഒരു കാര്യം. കൂടാതെ ഇത് ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചിട്ടുണ്ടെന്നും ഇഡി കോടതിയിൽ വ്യക്തമാക്കുകയുണ്ടായി. ശരി. കിഫ്ബി മസാല ബോണ്ട് കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മുൻ ധനകാര്യമന്ത്രിയായ തോമസ് ഐസക്കിനും നൽകിയ ഇഡിയുടെ കാരണം കാണിക്കൽ നോട്ടീസിന് ഹൈക്കോടതിയുടെ സ്റ്റേ. കിഫ്ബിയുടെ ഹർജിയിൽ നേരത്തെ നോട്ടീസിലെ തുടർ നടപടികൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ മുൻ ധനകാര്യമന്ത്രിയായ തോമസ് ഐസക്കിനും നൽകിയ ഇഡിയുടെ കാരണം കാണിക്കൽ നോട്ടീസിനാണ് ഹൈക്കോടതിയുടെ സ്റ്റേ ഉണ്ടായിരിക്കുന്നത്. KC ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ഇനി ശബരിമല വാർത്തകൾ നോക്കാം. ശരണമന്ത്രം.